പവിത്രത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. വിക്രം അങ്ങനെ ഇറങ്ങി വരികയാണ്. വിക്രം ചോദിക്കുന്നത്, എന്താ നന്ദി ഏട്ടത്തി, അല്ല നീ പോയി മുഖമൊക്കെ കഴുകി വായൊക്കെ കഴുകിയിട്ട് വാ. അതെന്താ തൈ ചായ കുടിക്കും, ഇന്നെന്താ നന്ദിനി ഏട്ടത്തി ചായയും കൊണ്ട് വന്നേന്ന് വിക്രം ചോദിക്കുകയാണ്. അതൊക്കെ പറയാം, നീ ആണെങ്കിൽ പോയി ആദ്യം മുഖമൊക്കെ കഴുകിയിട്ട് വാ. അങ്ങനെ വിക്രം മുഖമൊക്കെ കഴുകിയിട്ട് വരുന്നു. അപ്പം ചായ കൊടുത്തിട്ട് പറയും, ഈ ചായ ഒന്ന് കുടിച്ചേ. അപ്പം വിക്രം ചായ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുണ്ടോ? ഇല്ല. അല്ല, ഇവിടെ നിന്ന് വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പം കമലാമ്മ ഇങ്ങോട്ട് നോക്കി, അതെന്താ നന്ദിനി അങ്ങനെ പറഞ്ഞത്, ഇവിടുത്തെ ഒന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റത്തില്ലെന്ന്. എന്നിട്ട് കയ്യിലിരുന്ന കൂമ്പ് ശ്രീജയുടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതങ്ങ് അകത്തോട്ട് വെക്കുക ശ്രീജയെന്ന് കമലാമ്മ പറയുകയും ചെയ്യുന്നു. അപ്പം നന്ദിനി പറയുകയാണെ, ഈ പെരുങ്കിള്ളി വേദയാണെങ്കിൽ ഇന്നലെ എനിക്കാണെങ്കിൽ പായസത്തിൽ ഉറക്ക ഗുളിക കലക്കി തന്നു. കൂട്ടുപ്രതി ശ്രീജേട്ടത്തി ഉണ്ടായിരുന്നു. അപ്പോൾ കമലാമ്മ ഇങ്ങനെ ശ്രീജയെ നോക്കുകയാണ്. ശ്രീജ തല കുനിച്ചിരിക്കുകയാണ്. പായസമോ, എവിടുന്ന്? ആ, ഇന്നലെ ഇവിടെ പായസം ഉണ്ടാക്കി എന്ന് നന്ദിനി പറയാണ്. അപ്പം വേദ എന്നിട്ട് പറയാം, അത് ശ്രീജേട്ടത്തിലെ പുതിയ സംരംഭത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി പായസം ഉണ്ടാക്കി. അതാ അമ്മയും അച്ഛനും ഇന്നലെ അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ താമസിച്ചിട്ട് അതുകൊണ്ടാണ് തരാഞ്ഞെന്ന് പറയുന്നത്. ആഹാ, അതെന്താ രാത്രി പായസം കുടിച്ച് കിടന്നു കഴിഞ്ഞാൽ അവർക്ക് ദഹിക്കത്തില്ലേ എന്ന് നന്ദിനി ചോദിക്കുകയാണ്. ചുമ്മാതമ്മേ, ഇവർ രാത്രിയിൽ പായസത്തിൽ ഉറക്ക ഗുളിക കലക്കി തന്ന്. ഞാനാണെങ്കിൽ അതും കുടിച്ചിട്ട് പോയി കിടന്ന് ബോധമില്ലാതെ കിടന്ന് ഉറങ്ങി. അപ്പം രാവിലെ ആണെങ്കിൽ വിനായകേട്ടൻ എൻ്റെ നെറ്റിയിലൊരു പേപ്പർ ഒട്ടിച്ചിട്ട് പോയി, കുംഭകർണിനെന്ന് പറഞ്ഞ് ഒരു പേപ്പർ ഒട്ടിച്ചിട്ട് പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോഴത്തേക്കും വേദയ്ക്ക് ചിരി വരുന്നുണ്ട്. ആ പൈസ ആദ്യം വിക്രമനാണ് കൊണ്ടുപോകാനായിട്ടൊരുങ്ങി. ഞാനാണെങ്കിൽ നിർബന്ധമായി പിടിച്ച് വാങ്ങിച്ച് കുടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ അതിൻ്റെ ബാക്കി അവിടെ ഇരിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് നന്ദിനി പറയാണ്. അപ്പം ചുമ്മാതെ അമ്മയെ നന്ദിനിയെടുത്ത് വെറുതെ പറയുകയാണെന്നൊക്കെ വേദ പറയുന്നുണ്ട്. പക്ഷേ വിക്രമിൻ്റെ കാര്യം മനസ്സിലായി. വിക്രം വന്ന് വേദയെടുത്ത് ചോദിക്കണം, അപ്പം ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയത് അതുകൊണ്ടല്ലയോ എന്ന് ചോദിക്കുകയാണ്. നീ എനിക്ക് ഉറക്ക ഗുളിക കലക്കി തന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയണ, അതെ, ഞാൻ നിങ്ങൾക്ക് ഇന്നലെ തന്ന പായസത്തിൽ ഉറക്ക ഗുളിക കലക്കി തന്നായിരുന്നു. ഇല്ലെങ്കിലേ നിങ്ങൾ ഇന്ന് നേരം വിളക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആയേനെ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് വിക്രം തല്ലാനായിട്ട് കൈ ഒങ്ങണ്. അപ്പം വേദ പറയാണ്, തൊട്ടു പോവല്ല്, ഇനി നിങ്ങൾക്ക് കൊലയാളിയും കൂടെ ആവണോ എന്ന് ചോദിക്കുകയാണ്. അത് എൻ്റെ ഇഷ്ടമാണ്, അതിനകത്ത് നീ തിരക്കേണ്ട കാര്യം എന്തുവാന്ന് വിക്രം ചോദിക്കണം. ഞാൻ തിരക്ക് തന്നെ ചെയ്യും. ഇതൊന്നും മനസ്സിലാവാതെ കമലമ്മയും ശ്രീജേട്ടിയും നന്ദിനിയൊക്കെ നിൽക്കുന്നത്. എന്നിട്ട് കമലാമ്മയുടെ അടുത്തുനിന്ന് വേദ പറയുകയാണ്, ഇന്നലെ ഇതിനെ നിന്ന് ആളെ തട്ടിക്കൊണ്ടുപോകാൻ രാത്രി പ്ലാൻ ഇട്ടിരുന്നു. ശ്രീനി സാറ് പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്തത്. അയാൾക്കെതിരെ, ശ്രീനി സാറിനെതിരെ അയാൾ SP-ക്ക് കേസ് കൊടുക്കാൻ പോകുന്നു. അതിനു വേണ്ടി തട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങി. ഇനി വിക്രമിന് കൊലയാളിയും കൂടെ ആവണോ എന്ന് ചോദിക്കണം. അപ്പോൾ വിക്രം ആണ്, അയാളെ കൊല്ലാനൊന്നും അല്ല കൊണ്ടുപോയത്. ആര് പറഞ്ഞ കൊല്ലത്തില്ലെന്ന്? നിങ്ങൾ കൊല്ലത്തിലായിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളല്ലേ അകത്താകത്തുള്ളൂ. അതും അയാൾ ഒരു പാർട്ടിക്കാരനാണ്. അപ്പം അയാൾ തീർച്ചയായിട്ടും അയാളെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പോലീസ് വെറുതെ ഇരിക്കത്തില്ല, നിങ്ങളെ പൊക്കുക തന്നെ ചെയ്യും എന്ന് വേദ പറയുകയാണ്. അതുകൊണ്ട് അമ്മ ഇന്നലെ പായസത്തിൽ ഉറക്ക ഗുളിക കലക്കി കൊടുത്തേ എന്ന് വേദ പറയുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് കമലാമ്മ ഇങ്ങോട്ട് വന്ന് വിക്രമിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഒറ്റയടിയങ്ങ് വെച്ച് കൊടുക്കുകയാണ് വിക്രം. അപ്പോഴത്തേക്ക് ശ്രീജേട്ടത്തി നന്ദിനിയും വേദയൊക്കെ അങ്ങ് ഞെട്ടി പോവുകയാണ്. എന്നിട്ട് പറയാണ്, നിൻ്റെ അച്ഛൻ കുറേ നാൾ നിന്നെ ഓർത്ത് വിഷമിച്ച്, ഞാനും ഇപ്പോഴും നിന്നെ ഓർത്ത് കരയുകയാണ്. ഈ മഹാലക്ഷ്മി പോലെ വന്ന ഈ പെണ്ണിനെയും ഇനി നീ കരയിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് നിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ കത്തും. അത് നിൻ്റെ മനസ്സിൽ എന്നും കാണണം. ജീവിതകാലം മൊത്തവും ആ ഒരു കാഴ്ച നിന്നെ ഞാൻ കാണിപ്പിക്കും എന്നും പറഞ്ഞ് കമലാമ്മ അങ്ങ് കയറി പോവുകയാണ്. വിക്രമിന് ഭയങ്കര വിഷമമാവുന്നുണ്ട്. കുറേ വേദയും പോകുന്നുണ്ട്, വിക്രമും അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ശ്രീജ നന്ദിനിയുടെ അടുത്ത് നോക്കിയാണ്, എന്തുവാ നന്ദിനി ഇത് എന്ന് ചോദിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് കമലാമ്മ ഇരുന്ന് കരയുകയാണ്. കമലാമ്മ എടുത്തോട്ട് വേദ വരികയാണ്. വേദ വന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ്, അമ്മേ, എനിക്ക് അന്നേരം അത് ചെയ്യാനേ തോന്നിയുള്ളൂ. വിക്രമിനെ എങ്ങനെയെങ്കിലും പോവാതിരിക്കുക, അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയാണ്. പിന്നെ കാണിക്കുന്ന ആ സമയത്ത് ശ്രീനി സാറിൻ്റെ അടുത്ത് പുളിയിൽ നിന്ന് പറയുകയാണ്, ഞങ്ങളവിടെ ചെന്ന് ഫോൺ അടിച്ചിട്ട് വിക്രം ഇറങ്ങി വന്നില്ല. ഫോണിൽ വിളിച്ചപ്പോൾ വേദ എടുത്തിട്ട് പറയുകയാണ് ഉറങ്ങിയെന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്ക് പുള്ളിൻ്റെ ഫോണിലേക്ക് ആരാണ്ട് ഫോൺ ചെയ്തപ്പോഴത്തേക്ക് പുള്ളിനെ അങ്ങ് പോവുകയാണ് പുറത്തേക്ക്. അന്നേരം സുധ പറയുകയാണ്, ഇനി വിക്രം മനഃപൂർവ്വം വരാതിരുന്നേ ആണോ? ഓ, അങ്ങനെ ഒരിക്കലും ചെയ്തില്ല ശ്രീനി സാറ് പറയണം. ഇനി ശ്രീധരനും വേദയും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണോ? രണ്ടുപേരും ഇന്നലെ ഒരേ കാര്യത്തിനല്ലേ നിങ്ങളെ കാണാൻ വന്നത്. അപ്പം വേദ അങ്ങനെ നിൽക്കത്തില്ല എന്ന് ശ്രീനി സാറ് പറയാണ്. അല്ല, എന്നായാലും അവർ രണ്ടുപേരും ഒരേ കാര്യത്തിന് നിങ്ങളെ രണ്ടുപേരും ഭീഷണിപ്പെടുത്താനാണ് വന്നത്. രണ്ടുപേരും കൂടെ ഒന്നിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് പറയുകയാണ്. ഇനി അതോ വിക്രമും വേദയും കൂടെ ചേർന്നാണോ വരാതിരുന്നത്? വേദ പറഞ്ഞിട്ട് വിക്രം വരാതിരുന്നതാണോ എന്നൊക്കെ സുധ ഇങ്ങനെ സംശയം പറയുകയാണ്.
ശ്രീനി സാർ പറയുന്നത് അങ്ങനെ വേദ പറഞ്ഞാലൊന്നും വിക്രം വരാതിരിക്കത്തില്ല, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ശ്രീനേട്ടാ എന്ന് സുധ പറയുന്നത്. അപ്പം ഞാൻ ഒരു കാര്യം നിർബന്ധമായിട്ട് ശ്രീനേട്ടനോട് പറഞ്ഞ് ശ്രീനേട്ടൻ കേൾക്കാതിരിക്കുമോ? ഒന്നുമില്ലെങ്കിൽ രണ്ടുപേര് ഒരു മുറിയിൽ കഴിയുന്നവരല്ലേ, അപ്പോൾ എന്തായാലും അവർ തമ്മിൽ എന്തെങ്കിലും ഒരു അടുപ്പമെങ്കിലും കാണത്തില്ലേ എന്ന് സുധ പറയണം. അവർ തമ്മിൽ അങ്ങനെ ഒരു അടുപ്പമൊന്നും ഇല്ലെന്നല്ലേ വിക്രം പറയുന്നതെന്ന് ശ്രീനി സാർ പറയുന്നത്. അത് വിക്രം പറയുന്നില്ലെന്ന് സുധ വീണ്ടും പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുള്ളിയൻ ഇങ്ങോട്ട് കയറി വന്നിട്ട് പറയാണ്, ശ്രീധരൻ സാറ് അവിടെ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ട് SP ഓഫീസിൽ. മാർക്കറ്റിൽ ഇന്നാൾ നടന്ന അടിപിടിയെക്കുറിച്ചാണ് കേസ്, മാർക്കറ്റിലൊക്കെ കടകൾ കത്തിച്ചതിനെ കുറിച്ചുള്ള കേസാണ് ചെന്നിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് വിക്രം അങ്ങോട്ട് കയറി വരികയാണ്. എന്താടോ താനിന്നലെ ഉറങ്ങിപ്പോയെന്നും പറഞ്ഞിട്ട് വേദ പറഞ്ഞല്ലോ. ആ ഉറങ്ങിപ്പോയി, ക്ഷീണം കൊണ്ടൊക്കെ എല്ലാവരും ഉറങ്ങിപ്പോകും, അത് സ്വാഭാവികം, അതിന് വിട്ടേരെ. അത് മാത്രമല്ല, ഞാൻ തന്നോട് പറഞ്ഞ കാര്യം എങ്ങനെ വേദ കേട്ടു എന്ന് ചോദിക്കുകയാണ്. അത് വേദ നമ്മൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് അവളാണെങ്കിൽ പായസത്തിൽ ഉറക്ക ഗുളിക കലക്കി എനിക്ക് തന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് ശ്രീനി സാർ ചിരിച്ചിട്ടിരിക്കുക, എന്തുകൂടെ ഇത് സിനിമാ കഥയാണ്? സത്യ എന്ന് പറയാണ്. ഇന്ന് തന്നെ ആ പരിപാടി ഞാൻ ചെയ്യാം, അങ്ങനെ ഇന്ന് തന്നെ ബുക്ക് ചെയ്യേക്കാം എന്ന് വിക്രം പറയണം. വേണ്ട ഇനി അത് ഒന്നും ചെയ്യണ്ട, കാരണം ഇപ്പോൾ ഒരു കേസ് ചെന്ന സ്ഥിതിക്ക് ഇനി നമ്മളങ്ങനെ ചെയ്താൽ നമ്മൾ തന്നെയാണെന്നും കൂടുതൽ കേസ് സ്ട്രോങ് ആവത്തേ ഉള്ളെന്നും ശ്രീനി സാർ പറയാണ്. നീ ഇപ്പോൾ യൂണിയൻ്റെ കാര്യങ്ങളിലേക്ക് യൂണിയൻ ഓഫീസിൽ ചെല്ലേ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, അതാണ് ഇപ്പം വേണ്ടുന്നത് എന്ന് പറയാണ്. ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട അറസ്റ്റൊക്കെയാണ് ഉണ്ടായല്ലോ സാർ, അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കും. വേണ്ട ഈ കേസ് മാറി നിന്നാൽ അത് ഈ കേസിന് കൂടുതൽ ഗുണം ചെയ്യത്തേ ഉള്ളൂ. ഈ കേസ് കോടതിയിൽ വെച്ച് നമുക്ക് കൈകാര്യം ചെയ്യാം, അതാ വേണ്ടത്. ഇത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമെന്നും പറഞ്ഞ് നമുക്ക് ആ കേസിനെ ഒതുക്കി തീർക്കാനും പറ്റും. പ്രതിച്ഛായക്കൊക്കെ ചെറിയൊരു മങ്ങലേക്കും, അത്രയേ ഉള്ളെന്ന് ശ്രീനി സാർ പറയണം. നീ ഇപ്പം ചെല്ല്, യൂണിയൻ ഓഫീസിലോട്ട് ചെല്ല്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക് എന്ന് പറഞ്ഞ് വിക്രമിനെ പറഞ്ഞയക്കുകയാണ്. അപ്പോഴത്തേക്ക് വിക്രം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പുള്ളിനെ വിളിച്ചിട്ട് പറയാണ്, ഇപ്പം അവനെ സംശയിക്കേണ്ട കാര്യമില്ല, എന്നാൽ അവനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് ശ്രീനി സാർ. എന്നിട്ട് ശ്രീനി സാർ കയറി പോവുകയാണ്. എന്നെ കാണിക്കുന്നത് വേദയാണെങ്കിൽ കോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീജ ചോറുമായിട്ട് വരികയാണ്. ഇന്നലത്തെ കൂട്ട് ചോറ് കഴിക്കാതെ വരല്ലോ, ചോറ് മൊത്തം കഴിക്കുക. അപ്പം വേദ പറയുകയാണ്, ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു, ഇന്ന് എന്തായാലും കഴിക്കും, ശ്രീചേട്ടത്തി സ്നേഹത്തോടെ തരുന്നതല്ലേ എന്ന് വേദ പറയുകയാണ്. ഇന്നലെ വിശ്വേട്ടന് വളരെ സന്തോഷമായിരുന്നു, സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുമ്പം ആരെയും പേടിക്കണ്ടല്ലോ, ഒരു 2 വീലറും കൂടെ ഒപ്പിക്കണം എന്നാണ് വിശ്വേട്ടൻ പറയുന്നത്. ഇനി ശരിയാവും ശ്രീചേട്ടത്തി, ഇനി എല്ലാ കാര്യങ്ങളും ശ്രീചേട്ടത്തി വിചാരിച്ച പോലെ എല്ലാം നടക്കും എന്ന് വേദ പറയാണ്. നമ്മുടെ വിക്രമിനെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ പിടിച്ചിടണം, അപ്പം അവനും മാറ്റം വരും എന്ന് പറയാണ്. അതങ്ങനൊന്നും മാറ്റം വരത്തില്ല ശ്രീചേട്ടത്തി, നമുക്ക് വിക്രമിന് 1 മാസം എങ്ങോട്ടും പോവാതെ പൂട്ടിയിടാൻ പറ്റുന്ന രീതിയിൽ കിട്ടണം, എന്നാലേ വിക്രമിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയത്തുള്ളൂ എന്ന് വേദ പറയാണ്. അപ്പോൾ ശ്രീജ പറയണം, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ 1 മാസത്തേക്ക് ഒരു ടൂറ് പോകും. 1 മാസത്തേക്കാണ് വേദ വയ്ക്കുന്നത്, അത് തന്നെ നോർത്തിലോട്ടെങ്ങാനും ഒരു മാസത്തേക്ക് യാത്ര പോകും. അപ്പം നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും, അപ്പം നിങ്ങൾക്ക് മാറ്റമുണ്ടാവും, വിക്രമിന് മാറ്റമുണ്ടാവും ശ്രീജ പറയാണ്. ശ്രീചേട്ടത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? അപ്പോൾ ശ്രീജ പറയുകയാണ്, എല്ലാവരും പറയുന്നത്, എനിക്ക് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ എല്ലാവരും പറയും എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ അറിഞ്ഞൂടാന്ന്. ഞാൻ അങ്ങനൊന്നും പറഞ്ഞല്ല ശ്രീചേട്ടത്തി, എങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല എന്ന് വേദയോട് ശ്രീജ പറയുകയാണ്. എനിക്ക് ശ്രീജ അത്ര ഇഷ്ടമാണ്, നിങ്ങൾ തമ്മിൽ നന്നായിട്ട് ജീവിക്കണം, അത് മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിക്കുന്നതെന്ന് പറയുന്നത്. എൻ്റെ അനിയനെ കിട്ടിയ ഒരു ഭാഗ്യമാണ് നീ. അപ്പോൾ വേദ പറയുകയാണ്, ഈ ഏട്ടത്തിയുടെ അനിയനെ ഞാൻ നന്നാക്കി നോക്കിക്കോ, അതിന് വേണ്ടിയുള്ള പ്ലാനൊക്കെ ഞാൻ തയ്യാറാക്കുന്നുണ്ടെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞ വേദ അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന കമലാമ്മ വിഷമിച്ച് ഇങ്ങനെ കടന്ന് കരയുകയാണ്. അപ്പോഴത്തേക്ക് മാഷ് അങ്ങോട്ട് വരുന്നത്, എന്താ നിനക്ക് വെയ്യായോ, നീ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ കമലാമ്മ പറയാണ്, ഞാൻ പലവട്ടവും എനിക്ക് തോന്നിയിട്ടുണ്ട്, മാഷാണെങ്കിൽ വെറുതെയാണ് വിക്രത്തെ കുറ്റപ്പെടുത്തുകയെന്ന്, മാഷ് എന്തോ മനസ്സിലെന്തോ വിരോധം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എപ്പോഴും വിക്രത്തെ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിച്ചത്. ഞാൻ അവനെ എപ്പോഴും ന്യായീകരിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതാണ് തെറ്റെന്ന്. വേദയെന്ന് ആദ്യം കയറി നിന്നപ്പോൾ മാഷ് പറഞ്ഞത് വേദ ഇവിടെ നിർത്തണ്ട, പറഞ്ഞു വിടാൻ, പക്ഷേ എൻ്റെ ഒരു സാധ്യത മൂലം അതുകൊണ്ട് അവൻ നന്നായാലോ എന്ന് വിചാരിച്ച് ആ കുഞ്ഞിനെ ഇവിടെ പിടിച്ചു നിർത്തി. ഇപ്പോൾ അത് വേണ്ടായിരുന്നു തോന്നുന്നു. അപ്പം അതിന് മാത്രം എന്തുണ്ടായി എന്ന് മാഷ് ചോദിക്കണം. അപ്പം കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയാണ്. കാര്യങ്ങളെല്ലാം പറയുമ്പം മാഷ് ചോദിക്കുകയാണ്, ആ കുട്ടി അവന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട കാര്യമുണ്ടായോ, അവൻ അവൻ്റെ വഴിക്ക് വിട്ടിട്ട് ആ കുട്ടിക്ക് അങ്ങ് പൊക്കൂടെ എന്ന് ചോദിക്കുകയാണ് മാഷ്. മുടി വടിച്ചെന്നും പറഞ്ഞ് തല നന്നാവണമെന്നും ഇല്ലല്ലോ,
അവൻ അവൻ്റേതായ രീതിയിൽ മാത്രമേ അവൻ ജീവിക്കത്തുള്ളൂ. ഇനി ആർക്കിനി എന്ത് വന്നാലും അവനൊരു കാര്യമല്ല എന്ന് പറയാണ്. ഇങ്ങനെ രണ്ടുപേരും കൂടെ വിഷമിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.